ദിഫായി മാലയിൽ ഒരു സംഭവമുണ്ട്. ദിഫായി മാലയിൽ എന്താ സംഭവം എന്ന് വെച്ചാല്, ദിഫായി മാലയിൽ ദിഫായി ശൈഖിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. ദിഫായി ശൈഖ് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് ചെന്നു. അങ്ങനെ മൂപ്പര് ഒരു ദഫൊക്കെ മുട്ടിയിട്ടാണ് കഅബ തവാഫ് ചെയ്യുന്നത്. ദിഫായി മാലയിലുള്ളതാണ്. മുന്നംതൂടി മൂട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കിയിലിമ്പിതി വേണ്ടെന്ന് തൊന്നോവർ ഉടനെ റഫായിമാതിലും കൊളത്തിയാൻ അപ്പോൾ കഅബം തവാഫെന്ന് തൊന്നോവർ ഇളകി കഅബം തൂലുമ്പുന്ന നേരത്ത് ഒളിവർ വിളിച്ചോവർ ഏഴാകാശം വാതില് ഒക്കെ തുറന്നു പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. എന്താണ് ഈ പറയുന്നതെന്നറിയുമോ? മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കിയിലിമ്പിതി വേണ്ടെന്ന് തൊന്നോവർ. എന്റെ മുട്ടി ഇങ്ങനെ ദഫും മുട്ടി കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് മക്കക്കാര് പറഞ്ഞു, ചെണ്ട മുട്ടിയിട്ടുള്ള തവാഫ് ഇവിടെ വേണ്ട. ദിഫായി ശൈഖിനോട് പറഞ്ഞു, ഈ ചെണ്ട മുട്ടിയിട്ടുള്ള തവാഫ് ഇവിടെ പറ്റൂല. ഉടനെ തന്നെ ദിഫായി ശൈഖിന് ദേഷ്യം വന്നു. ഉടനെ റഫായി മാതിലും കൊളത്തിയാൽ താൻ മുട്ടിയ ദഫ്ഫതാ അവിടെയുള്ള ഒരു മതിലും മലങ്ങ് കൊളുത്തി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, എന്നിട്ടോ അപ്പോൾ കഅബം തവാഫെന്ന് ചൊന്നോവർ. എനക്ക് നിന്നെ തവാഫ് ചെയ്യാൻ പറ്റൂല എന്നാ ഇവര് പറഞ്ഞു. എന്നാ വേണ്ട, എന്നെ ഇങ്ങോട്ട് ചുറ്റിക്കോ. കഅബേനോട് പറയാ, കഅബേ എന്നെ ഇങ്ങോട്ട് ചുറ്റിക്കോ, എന്നെ ഇങ്ങോട്ട് തവാഫ് ചെയ്യ് കഅബേ എന്ന് കഅബേനോട്. ഇനി നോക്കണേ, അപ്പോൾ കഅബം തവാഫെന്ന് ചൊന്നോവർ. അടുത്ത വരിയാണ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത്. ഇളകി കഅബം തൂളുമ്പുന്ന നേരത്ത് ഒളിവർ റഫായിയം നല്ല വിളിച്ചോവർ. കഅബേദാ ദിഫായി ശൈഖിനെ തവാഫ് ചെയ്യാൻ വേണ്ടി ഇളകാൻ തുടങ്ങി. ഇളകുന്ന സമയത്ത് അള്ള വിളിച്ചു, ദിഫായിയെ കളിക്കല്ലേ, ബേജാറാക്കല്ലേ. ആര്? അള്ള ദിഫായി ശൈഖിനെ ഇങ്ങോട്ട് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതേത് കറാമത്താ, ഇതേത് സുന്നത്ത് പഠിപ്പിച്ച കറാമത്താ, ഇതേത് ജമാഅത്ത് പഠിപ്പിച്ച കറാമത്താ, ഇതേത് അഹ്ലു സുന്നത്ത് പഠിപ്പിച്ച കറാമത്താ. ഇതിന് എന്തിന്റെ പാരമ്പര്യമുണ്ട്? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ടോ? ഏതേ റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃകയുണ്ടോ? പറയണേ, ജനങ്ങളെ കേൾപ്പിക്കണേ, ജനങ്ങളെ ഒന്ന് ഉൾക്കൊള്ളണേ, ജനങ്ങളെ വിലയിരുത്തണേ. ഇനി മാത്രമല്ല, ഏഴാകാശം വാതിലി ഒക്കെ തുറന്ന് പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. ഏഴാകാശത്തിന്റെ വാതിലും തുറന്നു. പേടിച്ചു വറച്ച് മലക്കുകളതാ എല്ലാ മലക്കുകളും വിളിക്കുന്നു, ദിഫായിയെ. അല്ല മാത്രല്ല, മലക്കുകളും വിളിച്ചു, ദിഫായിയെ കളിക്കല്ലേ, കളിക്കല്ലേ, ബേജാറാക്കല്ലേ. സത്യം പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞ ഒരു പറ്റ ഒരു പാവപ്പെട്ട ഒരാള് ദിഫായി ചെയ്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങെടുക്കെന്ന് പറഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന ഒരു വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരു അടിമ, ആ ഒരു രൂപത്തിൽ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ഇതാ ഇവരുടെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ നിന്നാണ് ശരിയായ വിശ്വാസത്തിലേക്ക് സലഫികൾ ക്ഷണിക്കുന്നത്. ഇത് പിഴച്ച വിശ്വാസം, ഇത് പിഴച്ച വിശ്വാസം. അള്ളാനെ പറ്റി എന്താ ഇവര് മനസ്സിലാക്കിയത്? പടച്ചോനെ പറ്റി എന്താ ഇവര് മനസ്സിലാക്കിയത്? ഇവരെന്ത് പറയുമ്പോ അങ്ങെടുക്കെന്ന് പറയുമ്പോ അത് കൊണ്ടുകൊടുക്കാം, ഇതിങ്ങ് താന്ന് പറയുമ്പോ ഇതിങ്ങ് തരിക. ആരാണ് പടച്ചവരെന്ന, ആരാണ് പടച്ച തമ്പുരാനെന്നാ ഇവര് മനസ്സിലാക്കിയത്? പഠിക്കണേ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളൊന്ന് പഠിക്കണേ. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചൊന്ന് പഠിക്കണേ. അല്ലാഹ് അലീമല്ലേ, അല്ലാഹ് സമീഅല്ലേ, അല്ലാഹ് ഖദീറല്ലേ. അള്ളാന്റെ ഇൽമിൽ നിന്ന് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ലല്ലോ. അള്ളാന്റെ അറിവിൽ നിന്ന്, അള്ളാന്റെ വിജ്ഞാനത്തിൽ നിന്ന്, അള്ളാഹ് തരുന്ന കഴിവിൽ നിന്ന് എന്ത് കഴിവാ നമ്മുടെ കഴിവ്? ഒന്ന് ചിന്തിക്കണേ. നമ്മൾ എത്ര നിസ്സാരന്മാരാ, നമ്മൾ അള്ളാന്റെ അടിമകളല്ലേ.
ഗൗരവത്തിൽ ആലോചിക്കണേ. ഇത് തോന്നിയാസമാണ്. ഈ മാല തെറ്റാണെന്ന് പറയുമ്പോ നമ്മൾ പുത്തൻവാദികളായി. ഈ മാലയിലുള്ള ആശയം ഖുർആനിനെതിരാണെന്ന് പറയുമ്പോ നമ്മൾ പുത്തൻവാദികളായി. അതുകൊണ്ട് ചിന്തിക്കണേ സാധാരണക്കാരെ.